റെയിൽവേ സ്റ്റേഷനിൽ കാറ് പാർക്ക് ചെയ്യാൻ 24 മണിക്കൂറിന് 100 രൂപയും അതിനുശേഷം വരുന്ന എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ നാളെ ഈ ഒരു സമയം കഴിഞ്ഞ് കുറച്ച് ഒരു മണിക്കൂറും കൂടി കഴിയും തിരിച്ചു പോകാൻ. അപ്പോൾ ഒരു 24-26 മണിക്കൂറൊക്കെ ആവും. 200 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്തിനാ അത്രയും പൈസ? അവർ പറഞ്ഞ് അത്രയും ചാർജ് ആവുന്നുണ്ട്. നമ്മൾ തൽക്കാലം നിങ്ങൾ 24 മണിക്കൂറിൻ്റെ അടിച്ചിട്, ഞാൻ ബാക്കി പോകുമ്പല്ലേ അപ്പോൾ നോക്കിക്കോളാം. ഇതാണ് 100 രൂപയുടെ. എന്നെ വിമർശിക്കുന്ന ഏതവനായാലും ഞാൻ അവരോട് ഒരു കാര്യം പറയാം, പൈസ വെറുതെ കിട്ടുന്നല്ല അളിയാ, പൈസ വെറുതെ കിട്ടുന്നല്ല. അപ്പോൾ പറയും നിങ്ങൾ വേറെ നമ്മൾ എവിടെ ഇടൂടാ? നമ്മളൊരു ദൂരെ യാത്ര പോകുന്ന സമയത്ത് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലെല്ലാം ഇടാൻ പറ്റുമോ? നമ്മൾ എവിടെ ഇടും? വേറെ റോഡ് സൈഡ് ഇട്ടിട്ട് പോകാൻ പറ്റുമോ? അല്ല, റോഡ് സൈഡ് ഇട്ടാൽ നോ പാർക്കിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് ഫൈന് വരുമല്ലേ? ആകെയുള്ള ആശ്രയം റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ ഇതേ റെയിൽവേ ആണ് പൈസ 100 രൂപ വെച്ച്. പിന്നെ അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 ദിവസത്തെ യാത്ര പോവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 500-600 രൂപ ഞാൻ ഇതിന് ചാർജ് കരുതണം അല്ലേ? എന്നെ വിമർശിച്ചാലും കുഴപ്പമില്ല ഈ ഒരു കാര്യത്തിൽ. ഇതൊക്കെ കൊള്ളയാണ്. സർക്കാരൊക്കെ ഉണ്ടല്ലോ, ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്. ഏത് സർക്കാർ നമുക്ക് ഉപകാരമുള്ള, സ്റ്റേറ്റോ അല്ല മറ്റേതോ? മൊത്തത്തിൽ നമ്മളെങ്ങനെയൊക്കെ പിഴയാന്നുള്ളതാണ് എല്ലാവന്മാരും നോക്കുന്നത്. ഞാനും നീ അടങ്ങുന്ന സാധാരണക്കാരൻ്റെ കാര്യമായി ഈ പറയുന്നത്. 100 രൂപയൊന്നും ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് കാണരുത്. 100 രൂപ 500 രൂപയ്ക്കും 600 രൂപയ്ക്കും 400 രൂപയ്ക്കൊക്കെ ശമ്പളത്തിന് പണിയെടുക്കുന്നവനോട് 100 രൂപയുടെ കണക്ക് പറഞ്ഞാൽ അവൻ ആ 100ന് എത്രത്തോളം വിലയുണ്ടെന്ന് പറയും.